ഹലോ, അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോവാണ്. രാവിലെ തന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ നമ്മളിവിടെ പോയി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ചെറുക്കനും ആൾക്കാരൊക്കെ ഇറങ്ങി. വീട്ടിൽ നിന്ന് കുറച്ച് ഇറങ്ങണം, പിന്നെ റോഡിലേക്ക് വീടിൻ്റെ അടുത്തേക്ക് വണ്ടി വരില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് വണ്ടിയുടെ അടുത്തെത്തി. നമ്മൾ കാറിലാണ് കേട്ടോ പോകുന്നത്. കല്യാണത്തിന് ബസ്സും ട്രാവലറും കാറും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും നീതുവും ഗോപുവും കൂടെ കാറിൽ തന്നെ പോയി കല്യാണ വീട്ടിലെത്തി, പെണ്ണിൻ്റെ വീട്ടിലെത്തി. നല്ല തിരക്കായിരുന്നു. പെണ്ണിൻ്റെ ആൾക്കാരും നമ്മുടെ ആൾക്കാരൊക്കെ കൂടിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. അപ്പം നമുക്ക് കല്യാണം കാണാം. കല്യാണം ചടങ്ങ് കഴിഞ്ഞ് ഇവിടെ നേരെ ഒന്നാം പന്തിയിൽ തന്നെ ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. നാടൻ സദ്യയായിരുന്നു. ഞാനും നീതുമൊക്കെ കൂടെ ഒന്നാം പന്തിയിൽ തന്നെ പോയിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ആദ്യം ഇരുന്നില്ലേ പിന്നെ നല്ല തിരക്കാവും, പിന്നെ കസേരക്ക് വേണ്ടിയിട്ട് അടി കൂടേണ്ടി വരും. അങ്ങനെ നമ്മൾ ചോറൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ പിന്നെ വീട്ടിൻ്റെ അകത്ത് കയറി വീടൊക്കെ കണ്ടു. പിന്നെ പുറത്തേക്ക് പോയി കുറച്ച് സമയം അവിടെയൊക്കെ ഇരുന്നു. അതിന് ശേഷം പുറത്ത് വീടിൻ്റെ മുന്നിൽ കുറച്ച് മാറിയിട്ട് നല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ. അവിടെ പോയി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിനിടെ അമ്മു എൻ്റെ ഫോണും എടുത്തുകൊണ്ട് പോയിട്ട് പശുവിൻ്റെയും കൊക്കമാമൻ്റെയും ഫോട്ടോ എടുക്കാൻ തന്നു. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് വന്ന ബസ് റെഡി ആയിട്ട് വന്നു. പിന്നെ നമ്മൾ ആ കണ്ട കാറിൽ കയറി. അങ്ങനെ നമ്മൾ തൊടിക്കളത്തെത്തി. പിന്നെ ചെക്കനെയും പെണ്ണിനെയും വരവേൽക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പണിത പൂക്കോടെയാണിത്. വീടിൻ്റെ കുറച്ചടുത്ത് വരെ വണ്ടി പോകുമായിരുന്നെങ്കിലും ഇവരെ ഒരുപാട് ദൂരം നടത്തിച്ചു എല്ലാവരും കൂടെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ചെറിയ ഒന്ന് രണ്ട് ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു.
അരിഞ്ഞൊരുക്കണം, പാലും പഴവും കൈമാറണം. അപ്പോൾ ആ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് സമയമൊന്നും അവിടെ നിന്നിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. കാരണം എനിക്ക് വേറെ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു ചക്കരക്കല്ല്. അങ്ങോട്ട് പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് പിന്നെ ഒരുപാട് സമയം നിൽക്കാതെ ഇറങ്ങി. അപ്പം നമ്മുടെ കല്യാണ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.